മലയാളത്തിലെ ഏറ്റവും മനോഹരമായ സിനിമകൾ സംവിധാനം ചെയ്ത ജോസ് തോമസ് കരുനാഗപ്പള്ളിയിലെ കെ ലൈവ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷം. നമസ്കാരം, സ്വാഗതം. അന്ന് സിബിമലയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യാണ്. ആ അപ്പോൾ ഒരു സിനിമ തീർന്നാൽ ഉടനെ അടുത്ത സിനിമ തുടങ്ങുക. അന്ന് മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയാണ് പ്രണവ് അതെ. ഫിലിംസ്. അപ്പോൾ അതിൻ്റെ വിഷുവിന് ഈസ്റ്റർ വിഷു സമയത്ത് റിലീസ് പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സിബിമലയിലാണ് ചെയ്യുന്നത്. മോഹൻലാൽ അഭിനയിക്കുന്നു, ലോഹിദാസ് എഴുതുന്നു, ആ ഹിസൈനസ് അബ്ദുള്ള, അതെ പിന്നീട് ഭരതം, കമലതളം, അങ്ങനെ. അതെ. അപ്പം ഞാൻ അതിന് മുമ്പുള്ള ധനം പടത്തിൻ്റെ ഫൈനൽ വർക്ക് ഞാൻ ചെന്നൈയിൽ തീർത്തിട്ട്, അന്ന് മദ്രാസാണ്, അതെ, തീർത്തിട്ട് ഇവിടെ ഷൂട്ടിങ്, അതായത് സ്വിച്ച് ഓൺ നടക്കുന്ന ദിവസം അന്ന് വെളുപ്പിനെയാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അപ്പം ലോഹിദാസിൻ്റെ സിനിമയിൽ പലപ്പോഴും പൂർണ്ണമായ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അങ്ങനെയാണ്. ദിവസവും ഷൂട്ട് ചെയ്യേണ്ട സീൻ ഡ്രൈവറുടെ കൊടുത്തു വിടുകയാണ്. രാവിലെ ഒരു സീൻ കിട്ടും, ആ ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത സീൻ വരും. അങ്ങനെയാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം പൂർണ്ണമാക്കിയോ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഇല്ല. ഈ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട്, കഥയുടെ ഒരു നക്ഷൽ മാത്രം നമ്മളോട് പറയും, പക്ഷേ അതിൻ്റെ പൂർണ്ണ വികാസം എങ്ങനെയാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് പലപ്പോഴും പല ആർട്ടിസ്റ്റുകളും വന്ന് അവിടെ ദിവസങ്ങളും താമസിക്കേണ്ടി വരും. അന്ന് പിന്നെ ഇങ്ങനെ ഒരു തിരക്കുള്ള സിനിമ ഷൂട്ടിങ്ങുള്ള സമയമല്ല. എനിവേ, ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ നിന്ന് കോഴിക്കോട് ട്രെയിൻ വരുന്നത് 3:30 മണി 4 മണി സമയത്താണ് വെളുപ്പിന്. അന്ന് 6-7 മണിക്ക് സ്വിച്ച് ഓണാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ. അപ്പം ഞാൻ പിന്നെ ഉറങ്ങി എഴുന്നേക്കാൻ സമയമില്ലല്ലോ. 4:30 മണിയായി. ഞാൻ വന്നിട്ട് ഈ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഫുൾ കോറിഡോറാണ്. ഇങ്ങനെ സെൻട്രലൊരു നടുത്തളം പോലെയാണ് കേട്ടോ, വലിയ ബിൽഡിങ്ങാണ്. ഞാൻ ലോഹിദാസിൻ്റെ റൂമിൽ നിന്ന് തട്ടി, എഴുന്നേക്ക്, ഇനി കിടന്ന് ഉറങ്ങരുത്, എഴുന്നേക്ക്. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് പുറത്ത് കോറിഡോറിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങി, അതിൻ്റെ കഥ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറല്ലേ, കഥ പറയാമോ. ലോഹിദാസ് അവിടെ നിന്ന് തന്നെ ഒരു ചായയും കുടിച്ചിട്ട് ഈ കഥ കംപ്ലീറ്റ് പറയുക. കഥ കംപ്ലീറ്റ് സസൂക്ഷ്മം കേട്ട് ഞാൻ ചോദിച്ചു, ബാലേന്ദ്രമേനോൻ്റെ ഒരു പൈങ്കിളി കഥ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതാണ് കഥ. അപ്പം ലോഹി അങ്ങ് ഞെട്ടിത്തെരിച്ച് തന്നു. ലോഹി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി. ഞാൻ വിചാരിച്ചു പറഞ്ഞത് മണ്ടത്തരമായോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അരമണിക്കൂർ കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത, പത്മരാജൻ മരിച്ചു. പത്മരാജൻ ഞാൻ ഗന്ധർവൻ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി എല്ലാ തിയേറ്ററിലും പോകാൻ വേണ്ടി ഭരദ്വാജും നടന്നൊക്കെ വന്ന് അടുത്തൊരു മെട്രോ ഹോട്ടൽ, അവിടെ ഒരു ഹോട്ടലിലാണ് താമസം, കോഴിക്കോട്. അവിടെ മരിച്ചു കിടക്കുന്നു രാവിലെ. അതെ. ഞാൻ പെട്ടെന്ന് റെഡിയായി സിബിമലയിൽ ഇങ്ങനെ വന്നിട്ട് എന്നോട് സിബി സാർ ചോദിച്ചു, രാവിലെ ഒരു ബോംബുമായിട്ടാണ് വന്നല്ലേ എന്ന് ചോദിച്ചു. അതായത് ഈ കഥയുടെ കാര്യം. അതെ. ഞങ്ങളെല്ലാവരും കൂടെ പോയി പത്മരാജൻ്റെ ബോഡി കണ്ടു. അവിടുന്ന് ആ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഷൂട്ടിംഗ് മാറ്റി വെക്കുക. ആർട്ടിസ്റ്റെല്ലാം വന്നിരിക്കുകയാണ്. നെടുമുടി വേണുചേട്ടൻ, മോഹൻലാൽ വന്നിട്ടുണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന്, മഹാറാണി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പത്മേട്ടൻ മരിച്ചതുകൊണ്ട് ഷൂട്ടിംഗ് ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തതെന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ടിംഗ് തീരുമാനിച്ചു. ഇപ്പോൾ കഥയൊന്നുമില്ല. രവീന്ദ്രൻ മാഷ് വന്ന് ആ പടത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടി കമ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അന്നാണ് ലോഹിദാസ് ഒരു ഉച്ച പറഞ്ഞു, ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സിബിമലയിലും ലോഹിദാസും കൂടെ ബീച്ചിലേക്ക്. അവിടെ മണലിൽ പോയി ഇങ്ങനെ മലർന്ന് കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ഒരു തോട്ടുണ്ട്, പെരുന്തച്ചൻ കോംപ്ലക്സ് ആണ് കഥ. പെരുന്തച്ചൻ്റെ കഥ അറിയില്ല? അതെ അതെ, അച്ഛനും മകനും. ഇതിവിടെ ചേട്ടനും അനിയനുമാണെന്ന് വ്യത്യാസമുള്ളൂ. സംഗീതജ്ഞനായ ചേട്ടനും അനിയനും, അയാൾക്കുണ്ടായിരുന്ന ഒരു കോംപ്ലക്സ് ആണ് കഥ. ഇത്രേ ഉള്ളൂ എൻ്റെ കഥ. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ മാഷ് പറഞ്ഞു, എനിക്ക് പൂന്ത് വിളയാടാനുണ്ട്, സംഗീതമാണല്ലോ അതെ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കും. അവിടെ നിന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയേ പറ്റൂ, കാരണം തിയേറ്ററിൽ എടുത്തിരിക്കുക. നേരത്തെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് തിയേറ്ററിൽ എടുത്തിരിക്കുക. ആ കാലം അങ്ങനെയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി. അന്നന്ന് എഴുതി വരുന്ന സീൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ വിശ്വസിക്കുമെന്നറിയില്ല. ഷൂട്ട് തുടങ്ങി 48-ാം ദിവസം പടം റിലീസാണ്. കഥയില്ല, ഒന്നുമില്ലാതെ തുടങ്ങിയൊരു സിനിമ. 48-ാം ദിവസം റിലീസ് എന്ന് പറയുമ്പോൾ ഷൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയ സാധനമായിട്ട് ചെന്നൈയിലേക്ക് പോകും. രാത്രി ഡബ് ചെയ്യാണ്.
അതെല്ലാം ഞാൻ പോകുന്നത്. ആ. അപ്പോൾ ഇവിടെ ബാക്കി പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണ്. അതായത് അപ്പോൾ ഇതിനിടയിൽ ഉർവശി, അതുപോലെ ഉർവശിക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയൊക്കെയാണ്. ഉർവശിക്ക് ഒരാഗ്രഹം ഇതിൽ ക്യാരക്ടറിന് ഡബ് ചെയ്യണം. അങ്ങനെ ഉർവശി റിക്വസ്റ്റ് ചെയ്തിട്ട് സിബി സാറിനോട് പറഞ്ഞു അവരെ കൊണ്ട് ഡബ് ചെയ്യാൻ. ചെന്നൈയിൽ ഡബ് ചെയ്യാൻ, അപ്പോൾ ഡബ്ബിങ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഈ ഉർവശി ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സിബി സാറിനെ വിളിച്ച് പറഞ്ഞു അത് വെച്ചാൽ പടത്തിന് മോശമാവും, പടം നന്നാവില്ല, ജോസ് ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തോളാം. 3 ദിവസം കഴിഞ്ഞാൽ സെൻസറാണ്, പടം സെൻസറിന് കൊണ്ടുപോകണം. അന്ന് രാത്രി 8 മണിക്ക് ഞാൻ ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിക്കും. അതെ, ആനന്ദവല്ലി എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷ്മിക്ക് ചെയ്തിരിക്കുന്ന ആനന്ദവല്ലി നെടുമുടിയുടെ ഭാര്യ. ആനന്ദവല്ലിക്കും ഒരു കഴിവുണ്ട്, ശബ്ദം മാറ്റിച്ച്. അതെ അതെ. അങ്ങനെ വന്ന് രാത്രി 8 മണിക്ക് തുടങ്ങി വെളുപ്പിന് 3 മണിക്ക് ആനന്ദവല്ലിയെ കൊണ്ട് ഉർവശി കംപ്ലീറ്റ് റീഡബ് ചെയ്യുക. എന്നിട്ടാണ് പിറ്റേ ദിവസം പ്രിൻ്റ് ചെയ്ത് സെൻസറിന് കൊണ്ടുപോകും. അങ്ങനെ 48 ദിവസം കൊണ്ട് റിലീസ് ചെയ്തു. ഈ പടത്തിൻ്റെ അവസ്ഥ, കാരണം അന്നത്തെ ഒരു ഈ ആക്ഷൻ പടങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു മ്യൂസിക്കല്ലേ, മ്യൂസിക്കൽ മൂവിയല്ലേ. അതെ. ഇനി വളരെ ഇമോഷണലായിട്ടുള്ള ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് കഥ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള തിയേറ്ററിലേക്കുള്ള പ്രിൻ്റ് ഞാനാണ് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നത്. അന്ന് ഓരോരുത്തരും പോരുന്ന കൂടെ ഒരു പ്രിൻ്റ് കൊടുത്തു വിടുക, അന്ന് ഫിലിമല്ലേ. അതെ. തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ ഈ പടം തുടങ്ങാൻ പോകും. അപ്പോൾ അതിൻ്റെ തലേദിവസം പ്രിവ്യൂ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. ആ പ്രിവ്യൂ തിയേറ്ററിൽ ഞാൻ ഒരാളെ പ്രത്യേകം വിളിച്ചിരുന്നു. സെഞ്ച്വറി ഫിലിംസിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു, രഞ്ജിച്ചേൻ എന്നാ പേര്, രഞ്ജി മാത്യു ഒന്ന് പറഞ്ഞോന്ന് പറഞ്ഞു. രഞ്ജി മാത്യുവിനോട് ഞാൻ പടം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കാരണം ടെൻഷനാണ്, ഇത് പടം ഓടുമോന്നൊരു സംശയം. രഞ്ജിച്ചേനോട് പറഞ്ഞു, ജോസേ ഈ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കും. ഞാൻ അവിടെ നിന്ന് സിബി സാറൊക്കെ ബാക്കിൽ എവിടെയും നിൽക്കുകയാണ്. ഞാൻ ഓടി പറഞ്ഞു, സാറേ ഈ പടം ഹിറ്റാണ്. ഞാൻ പറഞ്ഞു, രഞ്ജിച്ചേൻ പറഞ്ഞാൽ അത് കറക്റ്റാണ്. പുള്ളിക്ക് എന്നാലും ഒരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ചെന്നൈയിൽ ഞാൻ ഈ പ്രിൻ്റുമായിട്ട് വന്നു. പടം കഴിയുമ്പോൾ ഞാൻ കാണുകയാണ്, ഞാൻ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഞാൻ പടം പല പ്രാവശ്യം കണ്ടതാണ്. കണ്ണീരോടെ ചെറുപ്പക്കാരെ സ്ത്രീകളൊക്കെ ഇറങ്ങി. അന്ന് ഈ മയക്കും പിടിച്ച ആളുകളില്ലല്ലോ. അതെ അതെ. ഞാനൊന്നുകൊണ്ട് വിളിച്ചു, എങ്ങനെയാണ് പടം? എൻ്റെ ചേട്ടാ ഗംഭീരം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. ഞാൻ അവിടെ നിന്ന് അന്ന് മൊബൈലില്ലല്ലോ, ഓടി വന്ന സ്റ്റഡി ബുദ്ധി വന്ന് ചെന്നൈയിലേക്ക് വിളിക്കുകയാണ്. സിബി സാറ് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, പടം സൂപ്പർ ഹിറ്റാണ്. ഒരു 30 സെക്കൻഡ് നേരം ശബ്ദമില്ല. അവിടെ നിന്ന് ജീസസ് എന്നൊരു വിളി മാത്രം ഞാൻ പിന്നീട് കേട്ടു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വിശ്വസിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, ഞാനൊരിക്കലും സൂചിപ്പിക്കാൻ വേണ്ടി പറയില്ലല്ലോ. ഞാനത് അവിടെ നിന്നാണ് ആ പടത്തിൻ്റെ കഥയാണ്. അതെ, അതാണ് ഭരതം എന്ന് പറഞ്ഞത്. മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമ, ദേശീയ അവാർഡ് മോഹൻലാൽ. ആ പടം അതൊരു അനുഭവമായിരുന്നു. എൻ്റെ ചിത്രീകരണവും എൻ്റെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ആ കാലഘട്ടങ്ങളിലെ സിനിമയുടെ പ്രവർത്തനം ഒരു രസകരമായ അനുഭവം. രാമകഥ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ എടുക്കുന്നത് പാട്ടുപോലും ഇല്ലാതെ അല്ലേ, അങ്ങനെയൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. എന്താ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അന്ന് രാമകഥ ഇരിക്കുന്ന ആ അഗ്നികുണ്ഡത്തിന് നടുക്കിരിക്കുന്ന ഒറിജിനൽ തീ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചാക്ക് നിറച്ച് വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് വെച്ച് പുതയ്ക്കും, കാരണം തീ എങ്ങനെ ആളിരിക്കില്ലേ. ഇപ്പോഴത്തെ കംപ്ലീറ്റ് ഗ്രാഫിക്സിൽ ഫയർ അങ്ങ് വരികയില്ലേ. അതെ അതെ. എന്നിട്ട് ഓരോ സീനും ഒരു ധാരണയില്ലാതെ, അതായത് തുടങ്ങിയത് എവിടെ അവസാനിപ്പിക്കുന്നത് ഒരു ധാരണയില്ലാതെ, അതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ റൈറ്റർ എന്ന് പറയുന്ന ലോഹിദാസ്, അതിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ സ്വന്തമായിട്ട് പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എൻ്റെ ക്ലൈമാക്സിലേക്ക് എങ്ങനെയാണ്, അടുത്ത സീൻ എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും ചോദ്യമുണ്ട്, ഈ സീൻ എങ്ങനെ നിങ്ങൾ അവസാനിപ്പിക്കും, അടുത്തൊരു സീനിൻ്റെ ഓപ്പണിങ്. അത് നമ്മുടെ ഒരു നമ്മൾ ചില ഭാഗ്യങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മളൊരു ധാരണയിലെത്തും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളതാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള. തീർച്ചയായിട്ടും. ഈ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ, ആക്ഷൻ കണ്ടിന്യൂറ്റി, ഡ്രസ് കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, ലൊക്കേഷൻ, അതെ, ഇതൊക്കെ ഒരു അങ്ങനെ ശീലിച്ച് വന്നുകൊണ്ട് ഇപ്പോഴത്തെ ഫിലിം മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും.